തിരുവനന്തപുരത്ത് CPI നേതാവിനെതിരെ പോക്സോ കേസ്. അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി അംഗം വിഷ്ണു ബാബുവിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വീട്ടിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. ഷിജോ, എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? കേസ് എന്താണ്? പോക്സോ കേസ് പോലീസ് നേരിങ്ങനെ പോലീസ് എത്തിയിരിക്കുന്നത്. നേതാവായിട്ടുള്ള വിഷ്ണു ബാബു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ വീട്ടിൽ വെച്ച് ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ പോക്സോയാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വിഷുവും ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കുടുംബവുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു. ഈ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ പുറത്താക്കിയതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ സഹോദരനെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വിഷ്ണുവാണ് ഇടപെട്ടിരുന്നത്. അപ്പോൾ വിഷ്ണുവിനെ ഇടപെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ സഹോദരനെ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഷിജോ, ഞാൻ കേൾക്കുന്നൊരു പ്രശ്നമേ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ ഒരു CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഇപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ വെച്ച് പെൺകുട്ടിയെ കടന്നുപിടിച്ച് ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിന്മേലാണ് പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ നടന്ന സംഭവത്തെ ചൊല്ലിയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഷിജോ, തുടരൂ. ഷിജോ, നിഷാദ്, CPI നേതാവായിട്ടുള്ള വിഷ്ണു ബാബുവിനെതിരെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര പോലീസ് പോക്സോ കേസ് ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് CPI നേതാവായിട്ടുള്ള വിഷ്ണു ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയെ വിഷ്ണു കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. പെൺകുട്ടിയുടെ സഹോദരൻ പഠിക്കുന്ന സ്കൂളിൽ ഈ സഹോദരനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പിന്നീട് ഈ സഹോദരൻ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും ഈ വിഷ്ണുവിനെ സമീപിക്കുകയും വിഷ്ണു ഇടപെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ സഹോദരനെ സ്കൂളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ കുടുംബവുമായിട്ട് വിഷ്ണു അടുപ്പത്തിലാവുകയും നിരന്തരം ഈ വിഷ്ണുവിന്റെ കുടുംബം അടക്കം, വിഷ്ണു വിവാഹിതനാണ്, കുടുംബവുമായിട്ടൊക്കെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ വിഷ്ണുവിന്റെ കുടുംബം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിത്യസന്ദർശകരായി വലിയ അടുപ്പത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിനും അവിടെ ഇത്തരത്തിൽ പോവുകയും അവിടെ ചെന്ന് മദ്യപിച്ചതിന് ശേഷം ഈ പെൺകുട്ടി മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ മുറിയിൽ കടന്നു വെച്ച് പെൺകുട്ടിയെ കയറി പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് വിഷ്ണുവിനെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുവിനെതിരെ പാർട്ടിയിൽ നിന്നുള്ള അച്ചടക്ക നടപടിയടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ പെൺകുട്ടി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. തന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് CPI നേതാവിനെതിരായ പരാതി.